പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമീൻ. കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, ശൂനോയ നോയമ്പിടെ 4-ാം ദിവസം നമ്മൾ കർത്താവായ യേശുമിശിഹായോടൊപ്പം തന്നെ നമ്മുടെ ജീവിതം മാതാവിൻ്റെ മധ്യസ്ഥയാൽ ഈശോയുടെ മുമ്പാകെ നമ്മൾ സമർപ്പിക്കുന്നു. കർത്താവായ യേശുമിശിഹായുടെ മുമ്പാകെ നമ്മുടെ ജീവിതം സമർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കൃപകളും ഒരുപാട് സ്നേഹങ്ങളും ദൈവത്തിൻ്റെ ഇഷ്ടവും ദൈവത്തിൻ്റെ സംരക്ഷണം ഈ ഒരു നോയമ്പിൽ നമ്മൾ ഓരോ വിശ്വാസികൾക്കും ലഭിക്കുന്നുണ്ട്. നമ്മൾ എത്രത്തോളം നമ്മുടെ ജീവിതത്തിലെ കുറവിനെ ഈശോയിലേക്ക് സമർപ്പിക്കും, ഈശോയ്ക്കത് മനസ്സിലാകും. ആ കുറവിനെ ഈശോ സ്വീകരിച്ചുകൊണ്ട് നമ്മൾക്ക് കൃപ നൽകിക്കൊണ്ട് നമ്മളെ ശക്തിപ്പെടുത്തും. ഇന്ന് ഈ ശൂനോയ നോയമ്പിലെ 4-ാം ദിവസം നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 30-ാം വാക്യം. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ഒരു കൃപയ്ക്ക് വേണ്ടിയാണ് നമ്മളെല്ലാവരും ജീവിക്കേണ്ടത്. ഈ കൃപയിൽ ജീവിച്ചുകൊണ്ടാണ് നമ്മൾ കർത്താവിനെ സ്തുതിക്കുന്നുണ്ട്. ഈ കൃപയിൽ നമ്മൾ കർത്താവിനെ സ്തുതിക്കുമ്പോൾ നമ്മൾ ഒത്തിരി ദൈവത്തിലേക്ക് നമ്മൾ വളരണം. മാതാവിന് ആ കൃപ ലഭിച്ചത് മാതാവ് ഏറ്റവും വിനയത്തോടും ഏറ്റവും ഒരു എളിമയുള്ള ജീവിതം മാതാവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായതുകൊണ്ടാണ്. പ്രത്യേകിച്ച് നമ്മളും ഈ വിനയത്തോടും ഒരു എളിമയുള്ള ജീവിതം നമ്മളും സ്വീകരിക്കണം. മാതാവിനെ പോലെ പ്രാർത്ഥിക്കണം. മാതാവിനെ പോലെ സഭയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. സഭയുടെ വിശ്വാസികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. സഭയോട് നമ്മൾ ചേർന്ന് നിൽക്കണം. അങ്ങനെ സഭയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്കും കൃപ ലഭിക്കും. അപ്പോസ്തല പ്രവർത്തനത്തിൻ്റെ പുസ്തകം 15-ാം അധ്യായം 11-ാം വാക്യം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ. അവരെ പോലെ തന്നെ നമുക്കും രക്ഷ പ്രാപിക്കുന്നതിന് കർത്താവായ യേശുവിൻ്റെ കൃപയിലാണ് നാം വിശ്വസിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ കൃപയിൽ നമുക്ക് വിശ്വസിക്കാം. ദൈവമാതാവിനുണ്ടായ അതേ കൃപ നമുക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ 15 നോയമ്പ് നമുക്ക് അനുഗ്രഹത്തിൻ്റെ നോയമ്പാക്കി മാറ്റാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. മാതാവിനെ ലഭിച്ച അതേ കൃപ നമുക്കും ലഭിക്കാൻ വേണ്ടി നമുക്ക് മാതാവിൻ്റെ മധ്യസ്ഥയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.